നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒക്ടോബർ 1-ാം തീയതിയാണ്. ഒക്ടോബർ 1-ാം തീയതിക്ക് പ്രത്യേകതയുണ്ട്, വയോജന ദിനം അല്ലേ. ഇന്ന് വയോജനങ്ങളുടെ ദിനമായിട്ടാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. അപ്പോൾ വയസ്സായ എല്ലാവർക്കും പ്രത്യേകം ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരാണ് കേട്ടോ, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ ഇന്ന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് മഹാനവമിയാണല്ലോ, അടച്ചുപൂജ. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകണ്ട, സുഖമാണ്. പഠിക്കും വേണ്ട അല്ലേ, വായിക്കണ്ട പഠിക്കണ്ട, സുഖമാണ് കേട്ടോ. നാളെയാണ് വിദ്യാരംഭം, ഇന്ന് അല്ല. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്താണെന്നറിയോ? ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം അയണും ഒക്കെയുള്ള ഒരു നല്ല സാധനമാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് റാഗി ദോശ ഉണ്ടാക്കാം. റാഗി ദോശ സ്ഥിരം ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അതിനുള്ള കറി നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ കറിയാണ്. ചെറുപയർ കറി നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളതാണ്, പക്ഷേ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഈ കറി ഞാൻ വേണുവിൻ്റെ അവിടെ, അതായത് രാജേട്ടൻ്റെ അനിയൻ, അവർ ഗുജറാത്താണ്. അപ്പം വേണുവിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വയ്ക്കണത് കേട്ടോ. പിന്നെ ഒരു ചെറിയ ചമ്മന്തിയൊക്കെ അരയ്ക്കാം കേട്ടോ, ഇലകളൊക്കെ ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കാം. നമുക്ക് തുടങ്ങാം കേട്ടോ, പണി സ്റ്റാർട്ട് ചെയ്യാം. ചെറുപയർ ഞാൻ അടുപ്പത്തിടാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്, കുറച്ച് നേരം വെള്ളത്തിലിട്ടു കുതിരാനായിട്ട് കേട്ടോ. ഒന്ന് കുതിർന്നാൽ വേഗം വേവും, അത് കാരണം കുതിർത്തിയതാണ്. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. 1 ഗ്ലാസ് ചെറുപയറെടുത്തത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അടച്ച് അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിച്ചു. അടുപ്പത്ത് വെച്ച് ഒരു 2 വിസിൽ വന്നോട്ടെ. എന്തായാലും നന്നായിട്ട് വേവും അത്. അപ്പോഴേക്കും നമുക്ക് ഈ അടുപ്പത്ത് പാല് വയ്ക്കാം. പാലുകാരൻ നേരത്തെ പാല് കൊണ്ടുവച്ചിട്ടുണ്ട്. പാലടുപ്പത്ത് വെച്ചു, അത് തിളക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് കേടായി കേട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ ഉപയോഗിക്കണത് വെള്ളം തിളപ്പിക്കാനുള്ള കെറ്റിലില്ലേ, ഇത് എൻ്റെ മോൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവൻ തന്നതാണ് എനിക്ക്. 1 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. അത് ഓൺ ചെയ്തു. അടുപ്പ് വെച്ചിട്ട് കുത്തുക, ഓൺ ചെയ്യുക. അത് ഓണാകുമ്പോൾ ഇവിടെ ലൈറ്റ് വരും കേട്ടോ. തിളയ്ക്കുമ്പോഴാണ് ആ ലൈറ്റ് പോകുള്ളൂ. ആ ലൈറ്റ് കെട്ടു, തിളച്ചു. നമുക്കിനി അത് ഈ ഫ്ലാസ്കിലേക്ക് പകർത്താം. ഒരു ഫ്ലാസ്ക് വെള്ളം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇറക്കി വെള്ളമായി കേട്ടോ. നിറയെ ഒഴിച്ച് വയ്ക്കാം. നിറയൊന്നുമില്ല, ഒരു പാത്രം കൂടി വയ്ക്കേണ്ടി വരും കേട്ടോ. അത് 1 ലിറ്ററല്ലേ ആയിട്ടുള്ളൂ, ഫ്ലാസ്ക് വലുതാ. ഓക്കെ, ഒരു പാത്രം വെള്ളം കൂടി നമുക്ക് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കണത് സോളാറിൻ്റെ എനർജിയാണല്ലോ. ഇഷ്ടം പോലെ ഉപയോഗിക്കാം, സൂര്യഭഗവാന്റെ ചൂടല്ലേ. നമ്മുടെ ചെറുപയർ തുറന്ന് നോക്കൂ, വെന്തണ്ട് കേട്ടോ. ബെസ്റ്റായിട്ട് വെള്ളം കുറവാണല്ലേ. അപ്പം നാളികേരം അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് അരയ്ക്കാം. നാളികേരം ഇത്ര ചെറിയ നാളികേരമാണ്. ഇത് മുഴുവനും വേണ്ട കേട്ടോ, പകുതിയൊക്കെ മതിയാവും. കുറച്ചും കൂടി ഇടാം. ഇത്ര നാളികേരം മതി. അതിലേക്ക് നമുക്ക് ജീരകം 1 ടീസ്പൂൺ ഇടാം. ജീരകം ഇട്ടു. ഇനി വെളുത്തുള്ളി ഒരു 4 അല്ലി ഇട്ടു. പച്ചമുളക് ഇട്ടു. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചു. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ നമുക്ക് ഈ ചെറുപയർ വേവിച്ചിലക്ക് ഒഴിക്കാം. ഒഴിച്ചു കൂട്ടാം. അപ്പോൾ പോരാത്ത വെള്ളം കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിലൊഴിച്ച് പതുക്കെ ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഏകദേശം നല്ല ഒരു ലൂസായിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ. കുറച്ച് കറിവേപ്പില ഊരിയിട്ടു. ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു, നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ജയശ്രീ ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. റാഗി ദോശ. റാഗിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ഇത് ഉത്തമമാണ്.
അതുപോലെ തന്നെ ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ ഇത് നല്ലതാണ്. അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കാനും നല്ലതാണ്. തലമുടി ഉണ്ടാവാനും ചർമ്മത്തിൻ്റെ സൗന്ദര്യത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ അയൺ ധാരാളം ഉള്ളതുകൊണ്ട് വളർച്ച തടയുന്നു. ഹീമോഗ്ലോബിൻ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നു. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനൊക്കെ ഈ റാഗിക്ക് കഴിവുണ്ട്. ഇത് നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന് പറയുന്നു. ചെറുപയർ കറി എങ്ങനെയുണ്ട്? സൂപ്പർ കറിയാണല്ലോ. അത് സൂപ്പറാണ്. ചേട്ടന് ഇഷ്ടമായത് മല്ലിച്ചമ്മന്തി സൂപ്പർ. മല്ലിയില കറി അതിനേക്കാണ് സൂപ്പറാണ്. കാരണം ഇത് വളരെ പോഷകഗുണമുള്ളതാണ്. പോഷകഗുണമുള്ള ഭക്ഷണമാണത് മൂന്നും. റാഗിയിൽ റാഗി ഇഷ്ടം പോലെ ഉണ്ട്, ഇരുമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ മറ്റേത് കുറെ കൂടും, അത് ഹീമോഗ്ലോബിൻ കൂടും. റാഗി ദോശയും ചെറുപയർ കറി. ഇന്നത്തെ ചെറുപയർ കറി ടേസ്റ്റ് എങ്ങനെ? വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതായത് ഏറ്റവും ബെസ്റ്റാണ് ഈ കറി എന്ന് പറഞ്ഞാൽ ഈ ചെറുപയർ കറി. പിന്നെ മല്ലിയില ചമ്മന്തി, ചമ്മന്തി അതിനേക്കാളും സൂപ്പറാണ്. രാജേട്ടൻ കഴിച്ചു പോയി, നമുക്ക് കഴിക്കാം. രാജേട്ടന് മീറ്റിംഗ് ഉണ്ടേ, ഇന്ന് അന്തിപോലത്താണ് മീറ്റിംഗ്. അപ്പോൾ റാഗി ദോശ കേട്ടോ, ഹെൽത്തി റാഗി ദോശ നമ്മൾ സ്ഥിരം ഉണ്ടാക്കണത് തന്നെയാണ്. ഇത് പ്രത്യേകതയൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഇതിനെപ്പറ്റി പറയാനുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെ ഉണ്ടാക്കുക, ഒരുപാട് വട്ടം ഞാൻ ഇട്ടിട്ടുള്ള ഒരു കേസ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. കുറച്ച് റാഗിയും ഇത്തിരി ഉഴുന്നും ഇത്തിരി ഉലുവയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് നന്നായിട്ട് കുതിരുമ്പോൾ അരച്ച് ഉപ്പൊക്കെ ചേർത്ത് വെക്കും. രാവിലെ എടുത്തിട്ട് ദോശ ഉണ്ടാക്കും. ഇത് കുറേ കാലമായി തുടങ്ങിയിട്ടിട്ട് നമ്മൾ റാഗി ദോശ ഉണ്ടാക്കൽ. അപ്പോൾ റാഗി ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കാറ്, സാധാരണ ചട്നി. അപ്പം നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. റാഗി ദോശ എടുത്തു. എനിക്ക് ക്രിസ്പിയാണ് ദോശ ഇഷ്ടം. അതിൽ സ്പെഷ്യൽ കറിയാണ്. രാജന് നല്ല ഇഷ്ടമായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയിട്ട് എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ വേണു രാജേട്ടൻ്റെ അനിയനുണ്ടല്ലോ, ചേട്ടൻ ഇങ്ങനത്തെ കറി ഉണ്ടാക്കി നോക്കുന്നു വന്നിക്ക് പഠിപ്പിച്ചു തന്നതാ. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. രസമില്ലേ? കഴിച്ചില്ലേ? എടുക്കുമോ? പിന്നെ മല്ലിയില ചമ്മന്തി. മല്ലിയില മാത്രമല്ല, നാളികേരം ചേർത്തുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മല്ലി അരയ്ക്കുമ്പോൾ തക്കാളി കൂട്ടി അരയ്ക്കാറ്. ഇന്ന് നമ്മൾ ഇത്തിരി നാളികേരം, പിന്നെ ഇത്തിരി കറിവേപ്പില, പച്ചമുളക്, ഉപ്പ്, പിന്നെ മല്ലിയില കൂട്ടിച്ച് ഇഞ്ചി ഒക്കെ ചേർത്ത് മല്ലിയില കൂട്ടി അരച്ചതാണ്. അപ്പോൾ അതെടുക്കണ്ട എടുത്തോ അപ്പം നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ചവിട്ടി ഉണ്ടെങ്കിലാണ് നമ്മുടെ മസിലൊക്കെ നന്നാവുള്ളൂ. ശരീരത്തിൽ മസിലൊക്കെ നമ്മൾ വയസ്സാകുമ്പോൾ ചുളിവ് അതുപോലെ ഇങ്ങനെ വീഴിങ്ങനെ മസിലൊക്കെ തന്നെ വീട് ശക്തിയിലാണ്ടാവില്ലേ, അതൊക്കെ മാറാനാണ് പ്രോട്ടീൻ കഴിക്കുന്നത്. ആൾക്കാർ ഈ ഈ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നം വരുമ്പോഴേ അവർ പ്രോട്ടീൻ്റെ പൊടി കൊടുക്കുക. പൊടി കലക്കി കുടിക്കുക, പാലിൽ കലക്കിയിട്ട്. അപ്പോൾ അത് നല്ല കടിച്ചിരിക്കും. പ്രോട്ടീൻ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ നാച്ചുറലായിട്ടുള്ള പ്രോട്ടീനാണ് പയർ വർഗ്ഗത്തിലുണ്ടാവുക. പയർ വർഗ്ഗം ദിവസം കഴിക്കണം, മനസ്സിലായോ? പിന്നെ റാഗിയിൽ പ്രോട്ടീൻ കുറച്ച് നന്നായിട്ട് ഇതുണ്ട്, അയണുണ്ട്. നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പറയൂലോ, രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ വേണമെന്ന് പറഞ്ഞ രാജാവ് അത്ര നല്ല സ്ട്രോങ് ആഹാരമായിരിക്കണം എന്ന്. അപ്പോൾ ഉച്ചവരെ നമുക്ക് രാത്രി മുഴുവൻ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് കിടക്കല്ലേ, ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യേണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആവണത്. മനസ്സിലായ? നമ്മൾ വൈകുന്നേരം ഞാനൊക്കെ 7:30 ഭക്ഷണം കഴിച്ചതാണ്. ഇപ്പം സമയം 9 മണിയായി. അപ്പം ഒരു 12-14 മണിക്കൂറായിട്ട്.
അത് വൈകുന്നേരത്തെ ഫുഡ് സിമ്പിൾ ഫുഡാണ്. നമ്മളിന്ന് ഉണ്ടാക്കിയത് രാത്രി കഞ്ഞി, ചാമക്കഞ്ഞി, ഒക്കെ ചേർത്തില്ല. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ വെച്ചാ ശനിയാഴ്ച ലീവ് എടുക്കണം. നമുക്ക് കണ്ണ് ഓപ്പറേഷനാണ്. ആരാ എന്താ അതെയാ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായി രാത്രി എല്ലാം പറഞ്ഞേ. എവിടെയാ? തൃശ്ശൂർ വടക്കേ സൈഡിലൊരു ഹോസ്പിറ്റൽ ആര്യ. കണ്ണ് ഓപ്പറേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, തെറ്റി പറഞ്ഞതാ. കണ്ണ് ഓപ്പറേഷനൊക്കെ സാധാരണ അങ്ങനെ സ്ഥലത്താണ് ചെയ്യുക. സ്പെഷ്യൽ ആശുപത്രി ഉണ്ടായിരിക്കും. അവിടെ ഞാൻ ചികിത്സ ആര്യോ? ഇൻഷുറൻസ് ഇല്ലേ? ഇൻഷുറൻസ് 10 കിട്ടുള്ളൂ. 25 പറഞ്ഞാണ് അവർ. അത് ഇൻഷുറൻസ് 10 കിട്ടും. ബാക്കി നമ്മൾ കഴിയുന്നത് എടുക്കണം. 2 കണ്ണിന് പ്രശ്നമുണ്ടോ? തിമിര തിമിരുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഞരമ്പ് ഇവിടെ ദേശം നടന്നേക്കാന്ന്. അപ്പോൾ ഈ മൂക്കി കൂടെ പോകേണ്ട വെള്ളം കണ്ണികൂടെ പോകും. കണ്ണികൂടെ പോവാണ്. കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. എപ്പോഴും കണ്ണിന് വെള്ളം വരും. കണ്ണ് ഭയങ്കര ചുമപ്പാവുക. ബുധനാഴ്ച അല്ലേ? ശനിയാഴ്ച അല്ലേ? കറുത്ത കേട്ടോ. അപ്പം ഇന്നത്തെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമായ? ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ഫുഡാണ്. ഇത് നമ്മൾ ശീലമാക്കുക. റാഗി കഴിക്കുക. പിന്നെ റാഗി ഇപ്പോൾ വയ്ക്കുകയാണെങ്കിൽ തന്നെ ദോശ ഉണ്ടാക്കാം. റാഗിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. റാഗി പോലെ തന്നെ ചാമ രാവിലെ ഉണ്ടാക്കാം. ചാമക്കഞ്ഞൊക്കെ വയ്ക്കാം. 2 ദോശയും ചെറുപയർ കറി കഴിക്കണം നന്നായിട്ട്. ഓക്കെ, കുറേ ദോശ ഒന്നും കഴിക്കണ്ട കേട്ടോ. അധികം കഴിച്ചാൽ കുഴപ്പമാണ്. അധികമായാൽ അമൃതം വിഷം പറഞ്ഞേക്കണം. കുറച്ച് കഴിച്ചാൽ മതി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ.